രണ്ടാമത്തെ കാരണം രാധയും രുക്മിണിയും തമ്മിൽ സമാനമായിരുന്നു എന്നതാണ്. ഈ വസ്തുത നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. എന്നാൽ ഭാരതത്തിലെ പല പ്രദേശങ്ങളിലെയും പല പുരോഹിതന്മാർക്കും ഇതൊരു സത്യമാണ്. മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമാണ് കൃഷ്ണൻ. വിഷ്ണു ഭഗവാന്റെ പത്നിയായ ലക്ഷ്മി ദേവി രുക്മിണി ജനിച്ച അതേ യുഗത്തിൽ പുനർജന്മങ്ങളെടുത്തു. വിദർഭയിലെ രാജാവായ ഭീഷ്മകനിൽ ജനിച്ച ലക്ഷ്മിയുടെ സ്വർഗീയ പ്രകടനമാണ് രുക്മിണി. വാസുദേവന്റെയും ദേവകിയുടെയും 8ാമത്തെ കുഞ്ഞിനെ വധിക്കാൻ ദുർമന്ത്രവാദിയായ പൂതനയെ കംസൻ അനുവദിച്ചു. ഈ സമയത്ത് പൂതന ക്രമരഹിതമായി കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി. ആ പ്രവൃത്തിക്കിടയിൽ അവൾ ഭീഷ്മകന്റെ കുഞ്ഞുമകളായ രുക്മിണിയെയും അബദ്ധത്തിൽ അപഹരിച്ചു. എന്നാലും വിദർഭയുടെ വരും അവകാശിയായ കുഞ്ഞു രാജകുമാരി ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്ന് പൂതനയ്ക്ക് അറിയില്ലല്ലോ. കുഞ്ഞു ദേവിയുടെ ഭാരം താങ്ങുവാനാവാതെ വന്നപ്പോൾ പൂതന അതിനെ ബർസാനയിൽ ഉപേക്ഷിച്ചുപോയി. സന്താന സൗഭാഗ്യം കൈവരിക്കാത്ത വൃഷഭാനു രാജകുമാരിയെ കണ്ടെത്തി തൻ്റെ സ്വന്തമാക്കി വളർത്തി. നാരായണന്റെ 8ാമത്തെ അവതാരമായ കൃഷ്ണന്റെ പൊതുപ്രകടനത്തെ തുടർന്ന് ഭീഷ്മക രാജാവ് ലക്ഷ്മിയെ തേടി വൃന്ദാവനത്തിലേക്ക് യാത്രയായി. കൈപ്പത്തിയിൽ താമരയും ശംഖുമുദ്രയും വഹിക്കുന്ന രാധയെ അദ്ദേഹം കണ്ടുമുട്ടി. അതിനാൽ രാധയെ പൂർവാധികം വിദർഭയിലേക്ക് മാറ്റി. അവളുടെ ശരിയായ പേരായ രുക്മിണിയായി അവളുടെ നാമം പുനഃസ്ഥാപിച്ചു. ഒരു രാജകുമാരിയെപ്പോലെ വിദ്യാഭ്യാസം നേടിയ അവൾ ദ്വാരകയിലെ രാജാവായ കൃഷ്ണനുമായി പ്രണയത്തിലായി. തുടർന്ന് കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ രാധയെ വിവാഹം കഴിക്കാതിരുന്നത്.